സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പോയിട്ട് ദുആ ചെയ്യുന്ന, അല്ലെങ്കിൽ നേരിട്ട് പലരോടും ശഫാഅത്ത് തേടുന്ന, അവരൊക്കെ അള്ളാഹുവിനെ കുറിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥ എന്താണ്? ഇതാണ് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ആളുകൾ ശിർക്കിൽ ചെല്ലുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ യാ റബ്ബൽ ആലമീൻ. സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥത്തിലെ അടുത്ത ബാബ് ഖൗലില്ലാഹി തആല വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. നമ്മൾ ഇന്ന് എടുക്കുന്ന ബാബ് ഖൗലില്ലാഹി തആല വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, സൂറത്തു സുമറിലെ 67-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രി, അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല യൗമുൽ ഖിയാമയിൽ എടുക്കുന്നതാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, ആകാശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വലതുകരത്തിൽ ചുരുട്ടിപ്പിടിച്ച അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധനായിരിക്കുന്നു അവർ പങ്കു ചേർക്കുന്നതിനേക്കാൾ എന്ന ആയത്ത്. ഇവിടെ ഈ ആയത്തിനെ തഫ്സീർ ചെയ്യുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നതായിട്ട്, നാളെ യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ ചുരുട്ടിപ്പിടിക്കുകയും എന്നിട്ട് അനിൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, ഞാനാണ് രാജാവ്, എവിടെയാണ്? ഭൂമിയിൽ അഹങ്കാരം കാണിച്ച ആളുകൾ എവിടെയാണ്? ഭൂമിയിൽ പൊങ്ങച്ചം കാണിച്ച ആളുകൾ എവിടെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുമെന്ന് നമുക്ക് ഒരുപാട് ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ബാബിൽ വരുന്നുണ്ട്. ഇവിടെ എന്താണ് ഈ ബാബിന്റെ പ്രസക്തി എന്നതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധിക്കരിക്കുന്ന ആളുകൾ, അവരുടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആലയെ കണക്കാക്കേണ്ട മുറപ്രകാരം അവർ കണക്കാക്കാത്തതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയെ അറിയേണ്ട മുറപ്രകാരം അവരറിയാത്തത് കൊണ്ടാണ്. അല്ലാതെ അവർ ശിർക്കിലെത്തൂല, അവർ കുഫറിലെത്തൂല. ഈ ആയത്തിൽ ഉദ്ദേശിക്കുന്നത് അന്ന് കാലത്തെ ജൂതന്മാരെയും നസാറാക്കളെയും മുശ്രിക്കുകളുമായിട്ടുള്ള ആളുകളാണ്. അവരെല്ലാവരും ആ ശിർക്കിലും കുഫറിലും നിൽക്കാനുള്ള കാരണം എന്നത് തന്നെ അവർ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് കൊടുക്കേണ്ട സ്ഥാനം, കൊടുക്കേണ്ട മഹത്വം അവർ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ബാബിൽ കൊടുക്കുന്ന ഹദീസുകൾ, ഈ കിതാബിലെ 30-ാമത്തെ ഹദീസ്, അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, യഖ്ബിലുല്ലാഹുൽ അർള വയത്വി സ്സമാഅ ബിയമീനിഹി ثم يقول أنا الملك أين ملوك الأرض رواه البخاري. സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഖ്ബിലുല്ലാഹുൽ അർള്, അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ പിടിക്കുന്നതാണ്, അല്ലെങ്കിൽ എടുക്കുന്നതാണ്. വയത്വി സ്സമാഅ ബിയമീനിഹി, വലത് കൈയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെ ചുരുട്ടുന്നതാണ്. ثم يقول, എന്നിട്ട് പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർള്, ഞാനാണ് രാജാവ്, എവിടെയാണ് ഭൂമിയിലെ രാജാക്കന്മാർ? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്വവും ഗാംഭീര്യവുമാണ് ഈ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഏതൊരാളും
അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് അവന്റെ കിബർ കൊണ്ടാണ്, അവന്റെ ഉള്ളിലുള്ള അഹങ്കാരമാണ്. അവനെന്തോ തികഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാനെന്തോ കുഴപ്പമില്ല, ആ നിലക്കുള്ള ധിക്കാരമാണ്. എന്നാൽ അവൻ ജീവിക്കുന്ന ഈ ഭൂമിയും അവൻ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആകാശങ്ങളും യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുട്ടിപ്പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും. അപ്പൊ എത്രത്തോളം ദുർബലനാണ് മനുഷ്യനെന്നാണ്. അള്ളാഹുവിനോട് അഹങ്കാരം കാണിക്കുന്ന ആരാണെങ്കിലും അവൻ അത്രത്തോളം ദുർബലനായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകൾക്ക് വില നൽകാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കാതെ ജീവിക്കുന്ന ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഈ ഗാംഭീര്യം. അവർ അള്ളാഹുവിനെ അനുസരിക്കുന്നവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്ഥാനം ഖൽബിൽ വളരെയധികം ശക്തമാവാനും ഈ ഹദീസുകൾ നമുക്ക് ഉപകാരപ്പെടും. ഇതിൽ ശൈഖ് അടുത്ത ഹദീസ് കൊടുക്കുന്നത് വലഹു അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബിദു യൗമൽ ഖിയാമത്തിൽ അർളീന വതകൂനു അസ്സമാവാതു ബിയമീനിഹി ثم يقول അനൽ മലിക്. നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയം തന്നെയാണ് ഈ ഹദീസിലും നമുക്ക് കാണുന്നത്. ഗെയിന് കുറച്ചാൽ അപ്പോ ഈ ഹദീസിലും നേരത്തെ പറഞ്ഞ അതേ ഹദീസിന്റെ ആശയമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മലിക്കാണ്, എല്ലാ മുൽക്കിന്റെയും അവകാശി അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുലില്ലാഹുമ്മ, നബിയെ പറയും, അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാ മുൽക്കിന്റെയും മാലിക്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ആ മുൽക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ വതൻസിഉൽ മുൽക മിമ്മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ഇസ്സത്ത് നൽകുന്നു. വതുദില്ലു മൻ തശാ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവരെ തരം താഴ്ത്തുന്നു. ബിയദിക്കൽ ഖൈർ, എല്ലാ ഖൈറും അല്ലാഹുവിന്റെ കൈകളിലാണ്. അല ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനുമാണ്. അപ്പൊ സഹോദരങ്ങളെ, നാം ഈ ആയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മെ പേടിപ്പിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നടക്കും. പലരും അധികാരം നേടിയെടുക്കുന്നതിലൂടെ, അല്ലെങ്കിൽ പലരും നമ്മെ ആക്രമിക്കുന്നതിലൂടെ, ഓരോ മുസ്ലിം എന്ന വ്യക്തിയായിട്ടും അല്ലെങ്കിൽ മുസ്ലിം സമൂഹമായിട്ടാണെങ്കിലും അവിടെയെല്ലാം ഒരു മുസ്ലിമിന് ധൈര്യവും സമാധാനവും ഉറച്ച ദൃഢതയും നൽകുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് മാലിക്കുൽ മുൽക്ക്, എല്ലാ അധികാരത്തിന്റെയും മാലിക്. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് നൽകുന്നു, ഉദ്ദേശിക്കുന്നവർ എടുത്തു മാറ്റുന്നു. അപ്പൊ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ മാലിക് എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിൽ ഈ ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ ചുരുട്ടിപ്പിടിക്കുന്ന ഒരു വസ്തു അത്രമാത്രമായിരിക്കുമെന്ന് നാം ചിന്തിക്കണം. അത്രയും നിസ്സാരമാണ്. സത്യത്തിൽ ഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ ഭൂമിയിൽ കരയും മനുഷ്യരും തന്നെ നിസ്സാരമാണ്. ഭൂമി എന്നത് തന്നെ ഈ ആകാശഗോളങ്ങൾക്കിടയിൽ നിസ്സാരമാണ്. ആ ആകാശഗോളത്തിൽ അതുപോലെ എത്രയോ വിശാലമാണ്. മനുഷ്യൻ കണ്ടുപിടിക്കുന്നതിന് മനസ്സിലായതിന്റെയും അപ്പുറത്തേക്ക്. അപ്പൊ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്. അപ്പൊ എത്രത്തോളം അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ ഖൽബിൽ ഉറക്കും, നമ്മുടെ ഈമാൻ എത്രത്തോളം വർദ്ധിക്കും. അടുത്ത ഹദീസ് 32ാമത്തെ ഹദീസ് ഷെയ്ഖ് കൊടുക്കുന്നത് വഫീ റിവായത്തിൻ അൻഹു أن رسول الله صلى الله عليه وسلم قرأ هذه الآية ذات يوم على المنبر. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് മിമ്പറിൽ നിൽക്കുമ്പോൾ പാരായണം ചെയ്തു. وما قدر الله حق قدره والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون. നാം പറഞ്ഞ ഈ ബാബിന്റെ ഈ ആയത്ത് പാരായണം ചെയ്തു. സൂറത്ത് സുമറിലെ ആയത്ത്. ورسول الله صلى الله عليه وسلم يقول هكذا بيده يحدكها ويقبل بها ويدبر. ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് ഉദ്ധരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപിൽ നിന്നുകൊണ്ട് കൈ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ട്, കൈ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, യുമജ്ജിദുർ റബ്ബു നഫ്സഹ്,
അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വന്തത്തെ മഹത്വപ്പെടുത്തുകയാണ്. അനൽ ജബ്ബാർ, അനൽ മുതകബ്ബിർ, അനൽ അസീസ്, അനൽ കരീം. ഞാൻ ജബ്ബാറാണ്. ജബ്ബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും താഴ്ന്നതിനെ മഹത്വമാക്കി കൊണ്ടുവരുന്ന അങ്ങേയറ്റത്തെ അധികാരവും മഹത്വവും മലയാളത്തിൽ അത്രത്തോളം വരുന്ന ആ മഹത്വം. അനൽ മുതകബ്ബിർ, മുതകബ്ബിർ എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കാൻ യോഗ്യനായിട്ടുള്ളവൻ, എല്ലാവിധ അഹങ്കാരത്തിന് യോഗ്യതയുള്ളവൻ. അനൽ അസീസ്, പ്രതാപി. അനൽ കരീം, കരീം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മാന്യത ഉള്ളവൻ. അങ്ങനെ പറഞ്ഞു. ഫറജഫർ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മിൻബർ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് മിൻബർ ഉറക്കാൻ തുടങ്ങി. ഹത്താ ഖുൽന, ഞങ്ങൾ പറഞ്ഞു, ലയഖിറന്ന ബിഹി, അതുകൊണ്ട് ആ മിൻബർ വീഴുമെന്ന് തോന്നുന്നമാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വവും പ്രാധാന്യവും പറയുമ്പോ, അതിൽ ഗാംഭീര്യം പറയുമ്പോ ഒരു മിമ്പർ വിറക്കുന്ന അവസ്ഥയാണ്. അത്രയധികം മഹത്വമാണ്. നമ്മുടെ കൽബിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ചിന്ത കൊണ്ടും അള്ളാഹുവിന്റെ മഹത്വം കൊണ്ടും അത്രയധികം ഭയം ഉണ്ടാവണം. അള്ളാഹുവിന്റെ കഴിവിനെ ആലോചിച്ച്, അള്ളാഹുവിന്റെ ശക്തിയെ ആലോചിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഒരു വസ്തുവില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല തസ്ബീഹ് നടത്താതെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹംദ് ചെയ്യാതെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകൾക്കും അതുപോലെ എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹുവിനെ പുകഴ്ത്താൻ കൊടുത്തിട്ടുള്ള തസ്ബീഹാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് ചെയ്യാത്ത ഒരു വസ്തുവുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലാകിൻ, പക്ഷേ, ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ എല്ലാ വസ്തുക്കളും ദുനിയാവില്, അത് കല്ലാവട്ടെ, ചെടിയാവട്ടെ, ജന്തു ജീവജാലങ്ങളാവട്ടെ, നിസ്സാരമായ നമുക്ക് തോന്നുന്ന ഒരു ഉറുമ്പാവട്ടെ, അല്ലെങ്കിൽ എന്തു ജീവജാലവുമാവട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരിക്കൽ മുൻകാലത്തിലൊരു നബിയെ ഒരു ഉറുമ്പ് കടിച്ചു. ആ കടിച്ച സമയത്ത് എന്തു ചെയ്തു? ആ നബി ആ ഉറുമ്പിന്റെ കൂട്ടത്തെ മൊത്തം കത്തിച്ചു കളയാൻ, നശിപ്പിച്ചു കളയാൻ കൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കി, ഒരു ഉറുമ്പ് ചെയ്ത ഒരു കാര്യത്തിന്റെ മേലെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരു സമൂഹത്തെ മൊത്തമാണോ കത്തിച്ചു കളയുന്നത്? അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന ഒരു കൂട്ടത്തെയാണോ നീ നശിപ്പിക്കുന്നത്? കാരണം ആ ഉറുമ്പുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തസ്ബീഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ മിമ്പറിന്റെ കാര്യം നമുക്ക് കേട്ട് പരിചയമുള്ള കാര്യമാണ്. മുതവാത്തിറായി കൊണ്ട് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യം മിമ്പർ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? ഒരു ഈന്തപ്പനത്തടിയായിരുന്നു. അങ്ങനെ ഒരു സ്ത്രീ നല്ലൊരു മിമ്പർ ഉണ്ടാക്കി നൽകിയപ്പോൾ അതിനെ മാറ്റുകയും മസ്ജിദിന്റെ ഒരു സൈഡിൽ വെക്കുകയും പുതിയ മിമ്പറിൽ കയറുകയും ചെയ്തു. ആ സമയത്ത് ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ആദ്യത്തെ മിമ്പർ കരയുന്ന അവസ്ഥയുണ്ടായി. നമുക്ക് കാണാം, ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ കരയുന്ന അവസ്ഥയുണ്ടായി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി നിർത്തി എന്നുള്ളതിൽ. ഈ കരച്ചിൽ സ്വഹാബാക്കൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, അല്ലെങ്കിൽ റസൂലുള്ളാഹ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നതിന് നമുക്ക് ഒരു സംശയമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്ന ഹദീസാണിത്. കാരണം മുത്തവാത്തിറായ ഹദീസാണ്. വലിയ സംഘം സ്വഹാബാക്കളിൽ നിന്ന്, കാരണം മസ്ജിദിൽ മിമ്പറും എല്ലാവരും കേട്ടിട്ടുണ്ട്, അവിടുന്ന് ഉദ്ധരിച്ച് വലിയ സംഘം താബിയങ്ങൾ ഉദ്ധരിച്ച് അങ്ങനെ എത്തിയ ഹദീസാണ്. ഹദീസിനെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളുകൾ പോലും നിഷേധിക്കൂല, കാരണം അത്ര സ്വീകാര്യപ്രദമാണ്. ആ ഹദീസിൽ പറഞ്ഞ വിഷയം എന്താണ്? മിമ്പർ കരയുന്നത് ഞങ്ങൾ കേട്ടു ആര് പറയാണ്? സ്വഹാബാക്കൾ പറയാനുണ്ട്. ഇതിലും വലിയൊരു തെളിവ് വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച റസൂലാണ് ആ മിമ്പറിൽ നിന്ന് സംസാരിക്കുന്നത്. ആ റസൂലുള്ള പറയുന്നതിൽ വിശ്വസിക്കാൻ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടുത്ത് പോവുകയും അതിനെ സ്പർശിക്കുകയും സമാധാനിപ്പിക്കുന്ന രീതിയിൽ ചെയ്യുകയും ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കാം. ഇവിടെ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മഹത്വം കൊണ്ട് ആ മിമ്പറിനുണ്ടായ ആ വിറയാണ്. ഇതേ ആശയത്തിൽ വേറെ ഹദീസാണ് അടുത്ത് കൊടുക്കുന്നത്. 33-ാമത്തെ ഹദീസ്. വറവാഹു മുസ്ലിമുൻ അൻ ഉബൈദില്ലാഹി ഇബ്നു മിഖ്സം أنه نظر إلى عبد الله بن عمر رضي الله عنهما كيف يحكي عن رسول الله صلى الله عليه وسلم. عبيد الله بن قاسم മിഖ്സം
അദ്ദേഹം പറയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ള ചെയ്ത പോലെ ചെയ്തിട്ട് ഒരു സംഭവം പറയുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, യഖുദുല്ലാഹു അസ്സ വജല്ല സമാവാതിഹി വഅർളിഹി ബിയദൈഹി ഫയഖ്ബിദുഹുമാ. അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളെയും ഭൂമികളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കരങ്ങളാൽ പിടിക്കും, എടുക്കും. ഫയഖൂൽ, എന്നിട്ട് പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. വയഖ്ബിദു അസാബിഅഹു വയബ്സുതുഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ വിരലുകൾ ചുരുട്ടിപ്പിടിച്ച് വിടർത്തിയിട്ട് കാണിച്ചു കൊടുത്ു. ഫയഖൂൽ അനൽ മലിക്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഞാനാണ് രാജാവ്. ഹത്താ നളർതു ഇലൽ മിൻബരി യതഹറകു മിൻ അസ്ഫലി ശൈഇൻ മിൻഹു ഹത്താ ഇന്നി ലഅഖൂൽ അസാഖിതുൻ ഹുവ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസാഖിതുൻ ഹുവ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ മിമ്പറിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു, അതിന്റെ താഴെയുള്ളത് വരെ വിറച്ച് പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുപോയി, അത് വീണു പോകുമോ, റസൂലുള്ളാഹിനെ കൊണ്ട് വീണു പോകുമോ എന്ന് ഞാൻ പറഞ്ഞു പോയി എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാം. ഈ ഹദീസ് അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ കൈപ്പിടിയിൽ ഒതുക്കുമെന്നുള്ളത് ഹഖീഖത്താണ്, ഒരിക്കലും ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കരങ്ങൾ ചുരുട്ടി പിടിക്കുക തന്നെ ചെയ്യും. അതാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരലെ ചുരുട്ടി പിടിച്ച് കാണിച്ചത്. ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ കൈ മനുഷ്യന്റെ കൈ പോലെയാണ് എന്നല്ല. മുമ്പ് ഒരു ഹദീസ് പറഞ്ഞിരുന്നു, നിങ്ങള് അമ്മ ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമറ ലാ തുളാമൂന ഫീ റുയതി. ഒരിക്കലും ചന്ദ്രനെ കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനെ കാണുന്ന പോലെ അള്ളാഹിനെ കാണും. ചന്ദ്രൻ അള്ളാഹിനോട് തശ്ബീഹ് നടത്തിയതല്ല, കാഴ്ച അതുപോലെ കൃത്യമായിരിക്കും. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിച്ച എന്താണ്, ചുരുട്ടി പിടിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കരങ്ങളിൽ, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല ആകാശഭൂമികളെ ചുരുട്ടി പിടിക്കുന്ന അവസ്ഥ തന്നെ ഉണ്ടാകും. അതൊരിക്കലും ഒരു ആലങ്കാരിക പദമായിട്ട് പറഞ്ഞതല്ല. കാരണം പല ആളുകളും ഈ ആശയത്തിൽ ഇതിനെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക എന്നുള്ള ഗൗരവമാണ് ഇവിടെ പറയുന്നത്. അതിന്റെ പ്രാധാന്യം നമ്മുടെ കൽബിൽ, നമ്മൾ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന, കുഫ്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന, തെമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന, പാപങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ, ഇവരൊന്നും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതാണ് ആളുകൾ ശിർക്ക് ഒഴിവാക്കുന്ന ആളുകൾ, ഓരോന്ന് ഒഴിവാക്കുന്ന ആളുകൾ. ഓരോരുത്തരുടെയും അവസ്ഥ അനുസരിച്ച് അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കുന്നില്ല. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ചിന്തിക്കണം. ഇതെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നൊന്നു അള്ളാഹുവിന്റെ ഗാംഭീര്യം ആലോചിച്ചു നോക്കി. നമ്മൾ ഈ കാണുന്ന ആകാശഭൂമികളും കെട്ടിടങ്ങളും കടലും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നിസ്സാരമാകുന്ന അവസ്ഥ. അതാണ് ഈ ബാബിൽ ഷെയ്ഖ് നമ്മെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അള്ളാഹുവിന്റെ ഗാംഭീര്യം മനസ്സിലാക്കുക എന്നതാണ്. അടുത്ത ഹദീസ്, 34-ാമത്തെ ഹദീസ്, വഫി സഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്, അൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഖാല, ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ബലു അൽ ബുശ്റാ യാ ബനി തമീം. ബനി തമീം ഗോത്രക്കാരോട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ സന്തോഷ വാർത്ത സ്വീകരിച്ചുകൊള്ളുക, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ട് നിലക്ക് പറഞ്ഞു. അപ്പൊ ഖാലു, അപ്പൊ ബനു തമീം ഗോത്രക്കാർ പറഞ്ഞു, ഖദ് ബശ്ശർതന ഫഅതിന, ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചല്ലോ, അപ്പൊ ഞങ്ങൾക്ക് നൽകിയാലും. അതായത് അവർ വിചാരിച്ചെന്താണ്, എന്തോ തരാൻ പോകുന്നുണ്ട്, എന്തോ ദുനിയാവിയായിട്ടുള്ള എന്തോ കാര്യം തരാൻ പോകുന്നുണ്ട്, അതിന്റെ സന്തോഷ വാർത്തയാണ്, അതുകൊണ്ട് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ട് അവരുടെ മുഖം മാറി എന്നൊക്കെ ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അപ്പൊ എന്തെങ്കിലും തരാൻ പറയാം. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ഉദ്ദേശിച്ചത്, റസൂലുള്ളാഹി പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ യമനുകാരുണ്ട് അവിടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഇഖ്ബലു അൽ ബുശ്റാ യാ അഹ്ലൽ യമൻ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത സ്വീകരിച്ചു കൊള്ളുക യമൻകാരെ എന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു, ഖദ് ഖബിൽന, ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് അവർ ചോദിച്ചു, ഫഅഖ്ബിർന അൻ അവ്വലി ഹാദൽ അംർ, ഞങ്ങൾക്ക് അറിയിച്ചു തരണം, ഈ സൃഷ്ടിപ്പിന്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് അറിയിച്ചു തരണം. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല കാന അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാത്തിനും മുമ്പുള്ളവനാണ്. എല്ലാത്തിനും മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. വകാന അർശുഹു അലൽ മാ, അല്ലാഹു സുബ്ഹാനഹു വതആല അർശ് വെള്ളത്തിന് മേലെയാണ്, വെള്ളത്തിന് മേലെയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വകതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ് ദിക്റ കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാ കാര്യത്തിന്റെയും
കുറിച്ചും എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യത്തിനെയും കുറിച്ചും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖാല, അപ്പോ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅതാനി ആതിൻ ഫഖാല യാ ഇമ്രാൻ, അപ്പോ ഒരാൾ എന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇമ്രാൻ, ഇൻ ഹല്ലത് നാഖതുക മിൻ ഇഖാലിഹാ, നിന്റെ ഒട്ടകം കയറ് പൊട്ടിച്ചു പോയിട്ടുണ്ട്. ഖാല, എന്നിട്ട് ഹദീസ് ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയാണ്, ഫഖറജ്തു ഫീ അസരിഹാ ഫലാ അദ്രി മാ കാന ബഅദി, ഞാൻ എന്റെ ഒട്ടകത്തിനെ നോക്കാൻ വേണ്ടി വേഗം ഓടിപ്പോയി, അപ്പൊ അതിന് ശേഷം എന്താ റസൂലുള്ളാഹി പറഞ്ഞെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ ഹദീസിന്റെ ഇത്ര ഭാഗമാണ് ഈ സ്വഹാബി കേട്ടിട്ടുള്ളത്, ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇവിടെ ആദ്യം ബനൂ തമീം ഗോത്രക്കാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, പരലോകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്തോ ബന്ധപ്പെട്ട്. പക്ഷെ അവരെന്താണ് ഉദ്ദേശിച്ചത്? അവർ ദുനിയാവിയായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് ഉദ്ദേശിച്ചു. അപ്പൊ റസൂലുള്ളാഹിനോട് എന്തെങ്കിലും നൽകാൻ പറഞ്ഞു. അങ്ങനെ യമനുകാരിലേക്ക് തിരിഞ്ഞു. ബനൂ തമീമിനേക്കാളും നല്ല കൽബ് റിഖത്തുള്ള ആളുകളാണ് യമൻകാർ. യമൻകാരോട് പറഞ്ഞപ്പോൾ അവരത് സ്വീകരിച്ചു. അങ്ങനെ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ ആകാശഭൂമിയിലെ സൃഷ്ടിപ്പിന്റെ തുടക്കം എങ്ങനെയാണ്? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കാന അല്ലാഹു ഖബ്ല കുല്ലി ഷൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും മുൻപുള്ളവനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തില്ല? ഒരു തുടക്കമില്ല, ഒരു അവസാനമില്ല. മനുഷ്യന്റെ ചിന്ത വെച്ചിട്ട് മനുഷ്യന് കുറഞ്ഞ അറിവുള്ളൂ, ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളെ മനുഷ്യന് അറിയുള്ളൂ. ആ മനുഷ്യന് ഒരാളെ കുറിച്ച് ചിന്തിക്കുമ്പോ ആളുടെ തുടക്കം ആലോചിക്കും, ആളുടെ അവസാനം ആലോചിക്കും. കാരണം മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷെ ഇതൊന്നുമില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആയിൽ നമുക്ക് കാണാം, അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ഷൈ, നീ ഒന്നാമതായിട്ടുള്ളതാണ്, നിനക്ക് മുമ്പ് ഒന്നുമില്ല. വഅൻതൽ ആഖിർ ഫലൈസ ബഅദക ഷൈ, നീ അവസാനമുള്ളവനാണ്, നിനക്ക് ശേഷം ഒന്നുമില്ല. വഅൻതൽ ളാഹിർ ഫലൈസ ഫൗഖക ഷൈ, നീ ഏറ്റവും ലാഹിറാണ്, ഏറ്റവും എല്ലാം അറിയുന്ന, അതിന് മുകളിൽ ഒന്നുമില്ല. വഅൻതൽ ബാത്തിൻ ഫലൈസ ദൂനക ഷൈ, എല്ലാ രഹസ്യവും അറിയുന്നവനാണ്, അതിന് താഴെ മറഞ്ഞു പോകുന്ന ഒന്നുമില്ല. അപ്പൊ 4 രീതിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൂർണ്ണത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആയിൽ ഉൾപ്പെടുത്തുമായിരുന്നു. ഖുർആനിൽ നമുക്ക് കാണാം, ഹുവൽ അവ്വൽ വൽ ആഖിർ വൽ ളാഹിർ വൽ ബാത്തിൻ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ആദ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് പറഞ്ഞു, വകാന അർശുഹു അലൽ മാ, അള്ളാഹുവിന്റെ അർശ് വെള്ളത്തിന് മുകളിലാണ് എന്ന് പറഞ്ഞത് കാണാം. ഉലമാക്കൾക്കിടയിൽ 2 അഭിപ്രായമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യം സൃഷ്ടിച്ചത് എന്തിനെയാണ്? ചില പണ്ഡിതന്മാർ അവ്വലു മാ ഖലഖല്ലാഹുൽ ഖലം എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പേനയാണ് ആദ്യം സൃഷ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ ഹദീസിന്റെ തന്നെ ചില ഇറാബിൽ മാറ്റം വന്നു കഴിഞ്ഞാലും, അതുപോലെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും മറ്റു ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അർശിനെയാണെന്ന് അഭിപ്രായമുണ്ട്. ഈ 2 അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഈ ഹദീസിൽ നമുക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തി എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? അർശ് വെള്ളത്തിന് മുകളിലായിരുന്നു എന്നുള്ളതാണ്. വേറെയും ചർച്ചകളുണ്ട് കേട്ടോ, അർശിനേക്കാൾ മുമ്പ് വെള്ളമാണ് സൃഷ്ടിച്ചത്, അങ്ങനെ പല ചർച്ചകളുണ്ട്. അപ്പോ ഇതിൽ നിന്ന് അർശിനെ പറ്റിയിട്ടാണ് ആദ്യം പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ അർശ് നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ള, ഏറ്റവും വലുതായിട്ടുള്ള സൃഷ്ടിയാണ് അർശ് എന്ന് പറഞ്ഞത്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശ് ഇത് ചെയ്യുന്നത് അലൽ മാ, വെള്ളത്തിന് മുകളാണ്. ആ മാ എന്താണ്? ഹുവ ബഹ്റു ഫിസ് സമാവാത്ത്, ആകാശത്തിലുള്ള ഒരു കടലാണ് എന്ന് ഹദീസുകളിൽ വന്ന് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ നമുക്ക് കാണാം, വമാ ബൈനൽ കുർസി വൽ മാ മസീറത്തു 500 ആമിൻ, കുർസിന്റെയും, അതായത് അർശിന് താഴെയാണ് കുർസി, ആ കുർസിന്റെയും ഈ മാഇന്റെയും ഇടയിൽ 500 വർഷത്തെ യാത്രാദൂരമുണ്ട്. കുർസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നതാണ് കുർസി. അതിനേക്കാൾ വലുതാണ് അർശ്. നമുക്ക് ഹദീസുകൾ കാണാം മരുഭൂമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. കുർസിയിൽ ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മോതിരം പോലെ, കുർസി അർശിൽ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ മോതിരം പോലെ. അത്ര അധികം മഹത്തരമായതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശ് എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിന് മുകളാണെന്ന് പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകതബ ഫിൽ ലൗഹിൽ മഹ്ഫൂദ് ദിക്റ കുല്ലി ഷൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ, നമുക്കറിയാം ആദ്യം പേനയെ സൃഷ്ടിച്ചതിന് ശേഷം എഴുതാൻ പറയുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയ ലൗഹുൽ മഹ്ഫൂദ്, അത് അള്ളാഹുവിന്റെ ഖദറാണ്, അതിലൊരു മാറ്റം വരികയില്ല. ഇൻഷാ അല്ലാഹ് ഈ ബാബിന് ശേഷം അടുത്ത ബാബ് എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബിൽ ഖദറാണ്. ഖദറുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ വളരെ
പിന്നെ കൃത്യമായ ഹദീസുകളിലൂടെ ഷെയ്ഖ് ഇതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഈ ഹദീസ് പറയുന്നത്. ബാക്കി എന്താ പറഞ്ഞു എന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആർക്കറിയില്ല, സഹാബിക്ക് അറിയില്ല. അപ്പോഴേക്കും തന്റെ ഒട്ടകം കെട്ടുപൊട്ടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ഉണ്ടായത്. അടുത്ത ഹദീസ് 35-ാമത്തെ ഹദീസ്. വഅൻ ജുബൈർ ഇബ്നു മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം, ജുബൈർ ഇബ്നു മുഹമ്മദ് ഇബ്നു ജുബൈർ ഇബ്നു മുത്ഇം അൻ അബീഹി അൻ ജദ്ദിഹി, അതായത് ജുബൈർ ഇബ്നു മുത്ഇമിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് ഈ പേരക്കുട്ടി. ജാഅ അഅറാബിയ്യുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു അഅറാബി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, യാ അല്ലാഹുവിന്റെ റസൂലേ, ജഹിദത്തിൽ അൻഫുസ്, പിന്നെ ആളുകളൊക്കെ ആകെ നിരാശയിലാണ്, ബുദ്ധിമുട്ടിലാണ്. വളാഅത്തിൽ അയാലു, കുട്ടികളും കുടുംബമൊക്കെ പട്ടിണിയിലാണ്. വനുഹിഖത്തിൽ അംവാലു, സമ്പത്തെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വഹലക്കത്തിൽ അൻആമു, കന്നുകാലികളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്തസ്ഖി ലനാ റബ്ബക്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. മഴയില്ലാതെ ദാരിദ്ര്യം കഷ്ടപ്പാടായിട്ട് അറാബി വന്നിട്ട് പറയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പറഞ്ഞു, ഫഇന്ന, ഞങ്ങൾ നസ്തശ്ഫിഉ ബിക അലല്ലാഹ്, നിങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്. ഞങ്ങൾ റസൂലുള്ളാഹ് നിങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ശഫാഅത്ത് ചെയ്യുകയാണ്. വബില്ലാഹി അലൈക്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളുടെ അടുക്കിലേക്കും. റസൂലുള്ളാഹിനോട് പറയാണ്, നിങ്ങളെ കൊണ്ട് അള്ളാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യാണ്, അള്ളാഹുവിനെ കൊണ്ട് നിങ്ങളിലേക്ക് ശഫാഅത്ത് ചെയ്യാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൈഹക അതദ്രി മാ തഖൂൽ, നിനക്ക് നാശം, നീ എന്താണ് ഈ പറയുന്നതെന്നറിയോ, നീ എന്താണ് ഈ പറഞ്ഞതെന്ന് എനിക്കറിയോ. വസബ്ബഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമാ സാല യുസബ്ബിഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തസ്ബീഹ് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഹത്താ ഉരിഫ ദാലിക ഫീ വുജൂഹി അസ്ഹാബിഹി, സഹാബാക്കളുടെ മുഖത്തത് പ്രകടമായി, അതായത് ആ പറഞ്ഞ വാക്കിന്റെ ഗൗരവം പ്രകടമായി. സുമ്മ ഖാല, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈഹക്, നിനക്ക് നാശം. ഒരു പറഞ്ഞതിന്റെ ഗൗരവം പറയാൻ ഉപയോഗിക്കുന്ന വാക്കാണ് വൈഹക്. ഇന്നഹു ലാ യുസ്തശ്ഫഉ ബില്ലാഹി അലാ അഹദിൻ മിൻ ഖൽഖിഹി, തീർച്ചയായിട്ടും അള്ളാഹുവിനെ കൊണ്ട് ഒരു സൃഷ്ടിയിലേക്ക് നിങ്ങൾ ശഫാഅത്ത് ചെയ്യരുത്. ഇവിടെ പറഞ്ഞ എന്താണ്, റസൂലുള്ളാഹ് നിങ്ങളിലേക്ക് അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ ശുപാർശ ചെയ്യാനെന്ന് പറഞ്ഞത്. ശഅനുല്ലാഹി അഅ്ളം, അള്ളാഹുവിന്റെ കാര്യം മഹത്വമാണ്. അള്ളാഹുവിന്റെ കാര്യം ഇതുപോലെയല്ല, മിൻ ദാലിക്, ഇതുപോലെയല്ല, അതിനേക്കാൾ മഹത്തരമാണ്. വൈഹക്, നിനക്ക് നാശം. അതദ്രി മല്ലാഹ്, നിനക്കറിയുമോ എന്താണ് അള്ളാഹ്? ആരാണ് അള്ളാഹ് നിനക്കറിയോ? ഇന്ന അർശഹു അലാ സമാവാതിഹി ലഹാകദാ, അള്ളാഹുവിന്റെ അർശ് ആകാശങ്ങൾക്ക് മുകളിൽ ഇതുപോലെയാണെന്ന് പറഞ്ഞ്, വഖാല ബി അസാബിഹി മിസ്ലൽ ഖുബ്ബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് വിരൽ കൊണ്ട് ഒരു കുബ്ബ പോലെ കാണിച്ചു, പൊന്തി നിൽക്കുന്ന ഉദ്ദേശമായിരിക്കും. വഇന്നഹു ലയഇതു ബിഹി അതീത റഹ്ലി ബിറാകിബ്, റവാഹു അഹ്മദ് വഅബൂ ദാവൂദ്. ആ അർശ് തന്നെ ആകാശത്തിൽ ഒരു മൃഗത്തിന്റെ മേലെ ഒരാൾ യാത്രക്കാരൻ കയറിയിരിക്കുമ്പോൾ അമർന്നു പോകുന്നത് പോലെ ഒരു ശബ്ദമുണ്ടാക്കുന്ന അവസ്ഥയിലാണുള്ളത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇവിടെ ഈ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, അഅറാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടാൻ വന്നതാണ്. അതാണ് ശഫാഅത്ത്. ഇവിടെ ശഫാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം റസൂലുള്ളാഹിന്റെ ദുആ കൊണ്ട് അള്ളാഹുവിനോട് തേടുന്നു എന്നാണ്. അപ്പൊ അതിനു വേണ്ടി വന്നതാണ്. പക്ഷെ അഅറാബി പറഞ്ഞ വാക്ക് അള്ളാഹുവിനെ കൊണ്ട് റസൂലുള്ളാഹിനോട് ലേക്ക് ശഫാഅത്ത് ചെയ്യാതെ, അള്ളാഹുവിനെ കൊണ്ട് റസൂലുള്ളാഹിലേക്ക് ശഫാഅത്ത് ചെയ്യാം. കാരണം അഅറാബികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ജഹലുള്ള ആളുകളായിരിക്കും, വളരെയധികം ജഹല്. നമുക്ക് കാണാം, നാളെ ദജ്ജാലിന്റെ വരവിൽ ദജ്ജാലിന്റെ കൂടെ ഏറ്റവും പോകുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്ന് അഅറാബികൾ, അതുപോലെ തന്നെ സ്ത്രീകളായിരിക്കും. കാരണം അറിവ് കുറഞ്ഞവരാണ്, അവർക്ക് കൂടുതൽ ചിന്തിച്ചൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എടുത്തു ചാടുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞു, അൽ അഅറാബു അശദ്ദു കുഫ്റൻ വ നിഫാഖൻ വഅജ്ദറു അൻ ലാ യഅലമു ഹുദൂദ മാ അൻസലല്ലാഹു അലാ റസൂലി. അഅറാബികൾ എന്ന് പറഞ്ഞാൽ ശക്തമായ കുഫ്റും നിഫാഖുള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് അള്ളാഹുവിന്റെ ഹദ്, റസൂലുള്ളാഹിന്റെ ഹദ്, അതൊന്നും അറിയുന്ന അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അഅറാബി വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജഹ്ല് കാരണത്താലാണ് ഇതുപോലെയുള്ള കാര്യം പറയുന്നത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിലേക്ക് ശഫാഅത്ത് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ
ഒരു ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് ശഫാഅത്ത് ചോദിക്കാൻ അതിന്റെ ഉദ്ദേശം റസൂലുള്ളാഹിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. അതെന്തല്ല, തെറ്റല്ല. അതേസമയം മയ്യിത്തായ ഒരാളോട് പോയി പറയുന്നതോ അത് ശിർക്കാണ്. കാരണം അയാൾക്കത് കേൾക്കാനോ യാതൊരു വിധം സാധിക്കില്ല. ഇവിടെ ശഫാഅത്ത് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമ്മളൊരു സഹോദരന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്ത എന്താണ്, നാം അയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്ത പോലെയാണ്. ഇപ്പൊ നമ്മളൊരു മരണപ്പെട്ട മയ്യത്ത് നിസ്കാരം ദുആ ചെയ്യുക അല്ലെങ്കിൽ അല്ലാതെ ദുആ ചെയ്യുക, അത് അള്ളാഹുവിനോട് അവന് വേണ്ടി ശഫാഅത്ത് ചെയ്ത പോലെയാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് തേടാൻ ആവശ്യപ്പെട്ടിട്ട് ഈ അറാബി വന്നിരിക്കുകയാണ്. പക്ഷെ പറഞ്ഞ വാക്ക് ഗൗരവമാണ്. നമ്മൾ ആലോചിച്ചു വെക്കും, ഈ ഒരു ചെറിയ വാക്കിനെ തന്നെ റസൂലുള്ള തസ്ബീഹ് പറഞ്ഞുകൊണ്ടേയിരുന്നു. തസ്ബീഹ് എന്ന് പറഞ്ഞ ആ അത്ഭുതം കൊണ്ടും അതിന്റെ ഗൗരവം കൊണ്ടും തസ്ബീഹ് ഈ പറഞ്ഞ വാക്കിനേക്കാൾ അള്ളാഹു പരിശുദ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സ്വഹാബികൾക്ക് അത് മനസ്സിലായി. റസൂലുള്ളാഹിന്റെ മുഖം മാറിയത്. റസൂൽ വീണ്ടും പറഞ്ഞു, വൈഹക്ക വൈഹക്ക വൈഹക്ക, നീ എന്താണ് ഈ പറയുന്നത്, എന്താ അള്ളാഹിനെ കുറിച്ച് നീ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിന്റെ അർശ്, ആകാശങ്ങൾക്ക് മേലെ അർശിന് മേലെ ഇസ്തിവാ ചെയ്തവനാണ് അള്ളാഹു സുബ്ഹാനഹു അർശ് തന്നെ ഭാരം കാരണത്താൽ ശബ്ദമുണ്ടാക്കുന്ന അവസ്ഥയിലാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഹത്വം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് കാലത്ത് അള്ളാഹു അല്ലാത്ത ആളുകളോട് പോയിട്ട് ദുആ ചെയ്യുന്ന അല്ലെങ്കിൽ നേരിട്ട് പലരോടും ശഫാഅത്ത് തേടുന്ന അവരൊക്കെ അള്ളാഹുവിനെ കുറിച്ച് വെച്ചിരിക്കുന്ന അവസ്ഥ എന്താണ്? ഇതാണ് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടാണ് ആളുകൾ ശിർക്കിൽ ചെല്ലുന്നത്. ഇവിടെ ചെറിയൊരു വാക്കിൽ വന്ന ഒരു പ്രശ്നം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ താക്കീത് ചെയ്തു. എന്നിട്ട് അള്ളാഹുവിലേക്ക് ശഫാഅത്ത് ചെയ്യുമെന്നുള്ള പേരിൽ പലരെയും വിളിച്ച് ദുആ ചെയ്യുന്ന, പലരോടും സഹായം തേടുന്ന, പലരോടും രക്ഷ ചോദിക്കുന്ന, പല ആവശ്യങ്ങളും നേടാൻ വേണ്ടി ശഫാഅത്ത് എന്ന പേരിൽ നടത്തുമ്പോ എന്ത് ഗൗരവമാണത്, എത്ര അപകടമാണത്. അപ്പൊ അവരൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഈ ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അള്ളാഹ് എന്താണെന്ന് നിനക്കറിയോ? അള്ളാഹിനെ കുറിച്ച് നീ എന്താ വിചാരിച്ചിട്ടുള്ളത്? അള്ളാഹിന്റെ മഹത്വം നീ എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹു അല്ലാത്ത ഒരാൾ മുഖേന അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന, ഇബാദത്ത് കൊടുക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ നീ എവിടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് ആ ചോദ്യം നാം മനസ്സിലാക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്വം അത്രയും വലുതാണ്. സാധാരണ ഒരു അവസ്ഥയിൽ ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞ വാക്കുണ്ട്, ശഅ്നുല്ലാഹി അഅ്ളമു മിൻ ദാലിക്. നീ പറഞ്ഞ അവസ്ഥയിലല്ല, അള്ളാഹുവിന്റെ കാര്യം അതിമഹത്തരമാണ്. അള്ളാഹുവിനെ കുറിച്ച് ആ രീതിയിൽ വേണം നാം ചിന്തിക്കാൻ. അടുത്ത ഹദീസ് 36ാമത്തെ ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസ്, കദ്ദബനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ കളവാക്കുന്നു. വലം യകുൻ ലഹു ദാലിക്, ഞാൻ അങ്ങനെ ആയിട്ടില്ല. വശതമനി, എന്നെ ആക്ഷേപിക്കുന്നു. വലം യകുൻ ലഹു ദാലിക്, ഞാൻ അങ്ങനെയല്ല. അമ്മ തക്ദീബുഹു ഇയ്യായ, എന്നെ കുറിച്ചുള്ള കളവ് ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഖൗലുഹു, അവന്റെ വാക്കാണ്, ലൻ യുഈദനി കമാ ബദഅനി, എന്റെ തുടക്കം പോലെ, അഥവാ ദുനിയാവിൽ ഞാൻ ജീവിച്ച പോലെ മരിച്ചതിന് ശേഷം എന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവരൂല, ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വരൂല എന്ന് പറയുന്നു. വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി, അല്ലാഹു തആല പറയാണ്, ഒന്നാമത്തെ സൃഷ്ടിപ്പ് എന്റെ മേലെ ഇവനെ മടക്കിക്കൊണ്ടിരുന്നേക്കാൾ എളുപ്പമായിരുന്നില്ലേ? അതായത് ഇവന് മടക്കിക്കൊണ്ടിരില്ല പറയുന്നത്. പക്ഷെ അതിലേക്കാൾ നിസ്സാരമായിരുന്നു എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒന്നാമത്തെ സൃഷ്ടിപ്പ് എന്നുള്ളത്. എന്നിട്ട് പറയാണ്, വഅമ്മാ ശത്മുഹു ഇയ്യായ, എന്നോടുള്ള ആക്ഷേപം, എന്നെ ആക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫഖൗലുഹു, അവരുടെ വാക്കാണ്, അവന്റെ വാക്കാണ്, ഇത്തഖദല്ലാഹു വലദൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു സന്തതിയുണ്ട്. വഅനൽ അഹദ് അസ്സമദ്, ഞാൻ ഏകനാണ്, മറ്റൊരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. അല്ലദീ ലം യലിദ്, ഞാൻ ജനിച്ചവനല്ല, വലം യൂലദ്, ജനിക്കപ്പെട്ടവനല്ല, ജനിച്ചവനുമല്ല ജനിപ്പിക്കുന്നവനുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, ഞാൻ എന്നെ പോലെ മറ്റൊരാളും ഇല്ലതാനും, അള്ളാഹു സുബ്ഹാനഹു വ തആല പോലെ മറ്റൊരാളും ഇല്ലതാനുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇവിടെ ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് ഈ ഹദീസിൽ വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒന്ന്, ആദമിന്റെ സന്തതി കദ്ദബനി, എന്നെ കളവാക്കി. രണ്ടാമത്തേത് ശതമനി, എന്നെ ആക്ഷേപിച്ചു. രണ്ട് കാര്യങ്ങൾ. കളവാക്കിയ കാര്യം എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അവൻ പറയുന്നു,
ലൻ യുഈദനി കമാ ബദഅനി, എന്നെ സൃഷ്ടിച്ചതുപോലെ അഥവാ ദുനിയാവിൽ എന്റെ തുടക്കമുണ്ടായതുപോലെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരില്ല. എന്നിട്ട് അല്ലാഹു തആല പറയാൻ അതിന് റദ്ദായിക്കൊണ്ട് വലൈസ അവ്വലുൽ ഖൽഖി ബിഅഹ്വന അലയ്യ മിൻ ഇആദതിഹി, അവനെ മടക്കി കൊണ്ടുവരിക എന്നുള്ളതിനേക്കാൾ എളുപ്പം എന്തായിരുന്നു? അവൻ ഒന്നാമത് സൃഷ്ടിച്ചതായിരുന്നു. നമ്മൾ സാധാരണ മനസ്സിലാക്കുമല്ലോ, ഒരു കാര്യം ആദ്യം ഉണ്ടാക്കണാണോ ബുദ്ധിമുട്ട്, ഒരു കാര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം കേടുവന്നിട്ട് പിന്നെ ഒന്നുകൂടി ഉണ്ടാക്കുന്നതാണോ? ആദ്യം ഉണ്ടാക്കലാണ്. അത് തന്നെ അള്ളാഹുവിന് എന്തായിരുന്നു? എളുപ്പമായിരുന്നു. ഇത് ഉദ്ദേശിക്കുന്നത് പുനരുദ്ധാനത്തിനെ, ബഅസിനെ പിന്നെ നിഷേധിക്കുന്ന വിശ്വസിക്കാത്ത ആളുകളാണ്. അള്ളാഹുവിനെ കളവാക്കുന്ന വലിയ ഗൗരവമുള്ള കാര്യം. കാരണം എത്രയോ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ്, അവനാണ് സൃഷ്ടിപ്പ് തുടങ്ങിയവൻ. സുമ്മ യുഈദുഹു, അതിനെ മടക്കുകയും ചെയ്യും. അതാ മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകും. വഹുവ അഹ്വനു അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ്. അതുപോലെ തന്നെ സക്കരിയ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഖദ് ഖലഖ്തുക മിൻ ഖബ്ലു വലം തകു ശൈഅ, നീ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നെ മുമ്പ് സൃഷ്ടിച്ചവനാണ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിന അദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടാവുന്ന ഒരവസ്ഥയുമല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആയത്തുകളിൽ മരണത്തിന് ശേഷം വീണ്ടും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു മനുഷ്യനേക്കാൾ സൃഷ്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആകാശഭൂമികൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാല് എത്ര ഉണ്ടാവും? അതിനേക്കാൾ എത്രയോ വലുതാണ് ആകാശഭൂമികൾ, അതിന്റെ സൃഷ്ടിപ്പ്, അതിന്റെ നിയന്ത്രണം. അല്ലാഹു തആല പറഞ്ഞു ലഖൽഖുസ് സമാവാതി വൽ അർദ് അക്ബർ മിൻ ഖൽഖിൻ നാസ്, ആകാശഭൂമികളെ സൃഷ്ടിക്കുക എന്നുള്ളത് മനുഷ്യ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലുതാണ്. പക്ഷെ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു എന്നിരിക്കെ പിന്നെ അള്ളാഹുവിനെ നിഷേധിക്കുന്നതിൽ എന്തർത്ഥാണത്? ഇതൊക്കെ ഒരു മനുഷ്യന് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ. കാരണം മനുഷ്യൻ അവന്റെ ശരീരത്തിനെ കുറിച്ച് എന്നൊന്ന് ചിന്തിച്ചാൽ മതി. രണ്ട് കാലിന്റെ ആ ഒരു പത്തിയുടെ അത്ര അളവിലാണ് അവൻ ഈ ഭൂമിയിലൂടെ നടന്നു പോകുന്നത്, നേരെ നിന്നിട്ട് നടന്നു പോകുന്നത്. അതൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയാൽ തന്നെ അവൻ വീട് പോകും. അത്ര ദുർബലനാണ് മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര അവന്റെ കയ്യിൽ അവന്റെ ഒരു നിയന്ത്രണം പോലും ഇല്ല, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളുടെ ഒന്നുപോലും. അവനാണ് പറയുന്നത് ഞാൻ ഇനി മരണപ്പെട്ടു കഴിഞ്ഞാൽ പഴയ പോലെ ഉണ്ടാവില്ല. വിഡ്ഢിത്തമാണത്. വിഡ്ഢികളല്ലാതെ സംസാരിക്കൂല. പിന്നെ രണ്ടാമത് പറഞ്ഞു ശതം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ആക്ഷേപം എന്താണ്? ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു. നസാറാക്കൾ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ സന്തതിയാണ്. യഹൂദന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ സന്തതിയാണെന്ന് പറഞ്ഞു. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾ പറഞ്ഞു മലായിക്കത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺസന്തതികളാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ ആക്ഷേപിച്ച കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നിൽ നിന്ന് ഒരു ഇണയെ സ്വീകരിച്ചിട്ടുണ്ട്, വിവാഹം കഴിച്ചിട്ടുണ്ട് എന്നുള്ള നിലക്ക്. നഊദു ബില്ലാഹ് വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബ, ജിന്നുമായിട്ട് ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് അവർ പറഞ്ഞിരുന്നു. അങ്ങനെ പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേലെ അവര് പലതും ആക്ഷേപിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതെല്ലാം കളവാണ്, എല്ലാം കളവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത്തരത്തിൽ ഒരു മകനെ സ്വീകരിക്കേണ്ട അവസ്ഥയായി. കാരണം ഒരു മകൻ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നവനാണ്, പിതാവിന്റെ ഭാഗത്ത് വരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒന്നും ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഫിത്രത്തിയായ സൃഷ്ടിപ്പിന് യാതൊരു ആവശ്യമില്ലാത്ത ആളാണ്. അതായത് മനുഷ്യന്റെ പ്രശ്നം പറഞ്ഞാൽ മനുഷ്യൻ എല്ലാ കാര്യം ചിന്തിക്കുക മനുഷ്യന്റെയും ഭൂമിയുടെയും പരിധിക്കകത്തുന്നുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാലോ ഇതെല്ലാം സൃഷ്ടിച്ച ഇതിനേക്കാളെല്ലാം എത്രയോ ഉന്നതിയിലുള്ള പരിശുദ്ധനായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെയാണ് ഈ മനുഷ്യന്മാര് അള്ളാഹുവിലേക്ക് ഇത് ചേർത്തി പറയുക? എന്നിട്ട് അതിന് റദ്ദായിട്ട് അള്ളാഹു തന്നെ പറഞ്ഞു വഅനൽ അഹദു അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഞാൻ ഏകനാണ്, ഒരാളുടെയും ആശ്രയം എനിക്ക് ആവശ്യമില്ല, ഒരു രീതിയിലും ഞാൻ ജനിച്ചിട്ടില്ല, ജനിപ്പിക്കുന്നവനുമല്ല, എന്നെ പോലെ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വാദത്തെയും റദ്ദ് ചെയ്തു. അടുത്ത ഹദീസ് ഷെയ്ഖ് കൊടുക്കുന്നത് 38ാമത്തെ ഹദീസ്. വലഹുമാ അൻ അബീ ഹുറൈറ, അത് ഈ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കിയായിട്ടൊരു ഭാഗം കൂടി ഉണ്ട്. വഫി റിവായത്തിൽ, ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ റിവായത്തിൽ നമുക്ക് കാണാം വമ്മാ ശത്മുഹു ഇയ്യായ ഫഖൗലുഹു ലി വലദുൻ വസുബ്ഹാനി അൻ അത്തഖിദ സാഹിബതൻ ഔ വലദൻ. ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്നെ കുറിച്ചുള്ള ആക്ഷേപം ഞാൻ ഒരു കുട്ടിയെ സ്വീകരിച്ചു എന്നാണ്. എന്നിട്ട് പറയാണ്, അള്ളാഹു തആല പറയാണ്, സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധനാണ്, അൻ അത്തഖിദ സാഹിബതൻ ഔ വലദൻ, ഒരു ഇണയെ സ്വീകരിക്കുന്നതിനേക്കാൾ, ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിനേക്കാൾ ഞാൻ എത്ര പരിശുദ്ധനാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഈ ബാബിലെ അവസാനത്തെ ഹദീസാണ് 38ാമത്തെ ഹദീസ്. വലഹുമാ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, സ്വഹീഹ് ബുഖാരിയും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അതാണ് വലഹുമ എന്ന് പറഞ്ഞത്. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറയിൽ നിന്ന് ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞതായിട്ട്, യുദീനി ഇബ്നു ആദം യസുബ്ബു ദഹറ വ അന ദഹറു ബിയദി അൽ അംർ ഉഖല്ലിബു ലൈല വന്നഹാർ. അല്ലാഹു തആല പറഞ്ഞു, യുദീനി ഇബ്നു ആദം, ആദമിന്റെ സന്തതി എന്നെ ആക്ഷേപിക്കുകയാണ്. യസുബ്ബുദ്ദഹറ, കാലത്തെ ചീത്ത പറയുന്നു. വ അനദ്ദഹർ, ഞാനാണ് കാലം. ബിയദി അൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങൾ. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, ഞാനാണ് രാവിലെയും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അദ്ദഹർ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമമല്ല. കാരണം അത് ഒരു കാര്യത്തെ അറിയിക്കാനുള്ള വാക്ക് മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് വിശേഷണങ്ങളോ ഗുണങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അസ്മാഉൽ ഹുസ്നയുടെ ഖായിദകൾ ഒന്നും അംഗീകരിക്കുന്ന കാര്യമല്ല ദഹർ എന്നുള്ളത്. അതിനു പുറമെ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിക്കുന്നുണ്ട്. ബിയദി അൽ അംർ, എന്റെ കയ്യിലാണ് കാര്യങ്ങൾ എന്ന് പറയുന്നതിലൂടെ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പല ആളുകളും ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അതെന്തോ തന്നെ നടക്കുന്നതാണ്, ഓരോ ദിവസത്തിന്റെ പ്രത്യേകതകളാണ്, ഇന്ന ദിവസം കൊണ്ട് ഇന്ന നന്നാവുന്നുണ്ട്, ചില ദിവസം കൊണ്ടാണ് ദോഷങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ കാലമാണെല്ലാം. ചില ആളുകൾ പറയുമല്ലോ, കാലം, സമയം, ഇതാണെല്ലാം നിയന്ത്രിക്കുന്നത്, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നത്. ആ സംസാരം ഉണ്ടാകും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അവർക്ക് ഏതെങ്കിലും ദിവസം മോശമായാൽ ഇന്നത്തെ ദിവസം നശിച്ച ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായ ഇത് മോശമായത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. കാരണം ബിയദി അൽ അംർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കയ്യിലാണ് കാര്യങ്ങളുടെ എല്ലാ നിയന്ത്രണവും. ചെറുതും വലുതുമായ എല്ലാ കാര്യവും അള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, കാലം എന്ന് പറയുന്ന, സമയം എന്ന് പറയുന്ന രാവിലെയും പകലിനെയും മാറ്റുന്നത് ഞാനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ കാലത്തെ പഴിച്ചിട്ടൊരു കാര്യമില്ല, സമയത്തെ പഴിച്ചിട്ടൊരു കാര്യമില്ല. നമുക്ക് സംഭവിക്കാനുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ് നിയന്ത്രണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന പോലെ സംഭവിക്കും. എന്തെങ്കിലും നല്ലത് സംഭവിച്ചു ഒരു ദിവസത്തിന്റെ പ്രത്യേകതയല്ല, എന്തെങ്കിലും മോശം സംഭവിച്ചത് ഒരു ദിവസത്തിന്റെ മോശം കൊണ്ടുമല്ല. ചില ദിവസങ്ങൾക്ക് ശ്രേഷ്ഠത അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചെന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഒരു ദിവസത്തിനെ ദോഷമാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നതുകൊണ്ട് ആ ദിവസത്തിന്റെ മഹത്വമെന്നോ പറയേണ്ട ആവശ്യമില്ല. അപ്പോ കാലത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ബാബ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ബാബിലെ ഹദീസുകൾ കൊണ്ടെല്ലാം ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ഗാംഭീര്യം, അള്ളാഹുവിന്റെ കഴിവ്, അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ അർശിന് മേൽ അള്ളാഹു ഇസ്തിവാ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആകാശഭൂമികൾക്കിടയിലെ ജന്തു ജീവജാലങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ അശ്രദ്ധനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ മനുഷ്യനും ജിന്നുമല്ലാത്ത മറ്റെല്ലാ ജന്തു ജീവജാലങ്ങളും ഭയപ്പെട്ട് വിറക്കാൻ തുടങ്ങും. അവരുടെ കൽബില് ഭയപ്പെട്ട് വിറക്കുന്ന, പേടിയാവുന്ന അവസ്ഥ വരും. കാരണം വെള്ളിയാഴ്ചയാണ് ലോകം അവസാനിക്കുക. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ആ ഗാംഭീര്യം കാരണം അവർ ഭയപ്പെടാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്, നമ്മളെല്ലാ അവസ്ഥ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാംഭീര്യം നമ്മുടെ കൽബിൽ ഉറക്കേണ്ടതുപോലെ ഉറക്കാത്തത് കൊണ്ട് പല കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കാൻ സാധിക്കാതെ നമുക്ക് അകപ്പെടുന്നു. ഒരു വലിയ വിഭാഗം ആളുകൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നെന്ന് പറയുന്ന ആളുകൾ അള്ളാഹുവിന് ഒരു വിലയും നൽകാതെ തന്റെ ആവശ്യങ്ങൾക്ക് അള്ളാഹു അല്ലാത്തവരടുത്തേക്ക് പോകുന്നു. അള്ളാഹു അല്ലാത്ത മരിച്ചുപോയ ആളുകളിലേക്കോ വിഗ്രഹങ്ങളിലേക്കോ മരങ്ങളിലേക്കോ എന്തെങ്കിലും ജന്തു ജീവജാലങ്ങൾക്കോ എല്ലാം പലരും പോകുന്നു. വലിയ അപകടമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നാം കൊടുക്കേണ്ട, കണക്കാക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതാണ് പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി. അല്ലാഹുവിനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബു അൽ ഈമാനി ബിൽ ഖദർ. ഖദറുമായി ബന്ധപ്പെട്ടുള്ള, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള ബാബാണ് അടുത്തത് നമുക്ക് നോക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് വരും ദിവസത്തിൽ നമുക്ക് അത് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനും ഇതെല്ലാം ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകുമാറാകട്ടെ.
سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين الحمد لله رب العالمين.